ഏകദേശം 27 വെറൈറ്റികളെ മാവിനങ്ങളെ ഞാൻ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഈ നട്ടുപിടിപ്പിച്ചതിൽ ഏറ്റവും നല്ല മാങ്ങയും ഏറ്റവും മികച്ച പ്രതിരോധ ശേഷിയും ഏറ്റവും മികച്ച രീതിയിൽ ഉൽപ്പാദനവും തരുന്ന മാവിനങ്ങളുടെ തൈകൾ നേരത്തെ വൃക്ഷായുർവേദം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. പക്ഷേ എന്നതിലുപരി ഇതിപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് വളരെ വളരെ സ്പൂൺ ഫീഡിങ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ എന്താണോ കഷ്ടപ്പെട്ട് ചെയ്തുകൊണ്ടിരുന്നത് അതിനെ ഒരു ബോട്ടിലാക്കി നമ്മളിലേക്ക് എത്തിക്കുന്ന ഒരു രീതി ആവുമ്പോൾ പിന്നെ ഏതൊരു മലയാളി ആഗ്രഹിക്കുന്നത് ഷോർട്ട് കട്ടുകളാണ്. ആ ഷോർട്ട് കട്ട് നമുക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും, അതും സേഫായിട്ട് ഏറ്റവും ഓർഗാനിക് ആയിട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ്. ഈ 50 ഗ്രാം എന്ന് പറയുന്നത് നമ്മുടെ പോക്കറ്റ് ഇട്ടുകൊണ്ട് പോകാം. ഒരു 5 ചാക്ക് അല്ലെങ്കിൽ 6 ചാക്ക് വളങ്ങൾ, ഓട്ടോ കൂലി, ലേബർ കോസ്റ്റ്, അതിനെ പ്ലാന്റുകളിലേക്ക് എത്തിക്കുന്ന അല്ലെ ലാൻഡുകളിലേക്ക് എത്തിച്ച് ഇതൊരു സമ്പൂർണ്ണ ജൈവവളം എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ശരിക്കും നമ്മൾ കെമിക്കൽ യൂസ് ചെയ്യുന്ന ലാൻഡിലാണെങ്കിൽ പോലും ഓർഗാനിക് കൃഷി ചെയ്യുന്ന ലാൻഡിലാണെങ്കിൽ പോലും ഉപയോഗിക്കേണ്ട ഒരു സാധനമാണ്. ഇതിലേക്ക് വരുന്നതിന് മുമ്പ് താങ്കളുടെ പ്രൊഫഷനെ കുറിച്ചൊന്ന് പറയാമോ? ഞാൻ ബേസിക്കലി ഒരു ഹെൽത്ത് സേഫ്റ്റി എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറാണ്. 13 കൊല്ലം പ്രവാസിയായിരുന്നു. നിങ്ങൾക്ക് എൻ്റെ കൃഷിസ്ഥലം നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഞാനായിരുന്നു കൊല്ലം ജില്ലയിലെ മികച്ച ജൈവ കർഷകനുള്ള അവാർഡ് ജേതാവ്. അതുപോലെ ഇപ്പോഴത്തെ 23-24 കൊല്ലം ജില്ലാ അക്ഷയശ്രീ അവാർഡ് ജേതാവ് കൂടിയാണ് ഞാൻ. ജൈവ കർഷകർക്ക് കൊല്ലം ജില്ലയിൽ കൊടുക്കുന്ന അക്ഷയശ്രീ അവാർഡ് കരസ്ഥമാക്കിയത് ഞാനാണ്. അതുപോലെ തന്നെ കൃഷിയിൽ ഒരുപാട് അവാർഡുകൾ കരസ്ഥമാക്കാനും എന്നെ സഹായിച്ചത് ഈ ഗ്രീൻ പ്ലാനറ്റ് ഉൽപ്പന്നങ്ങളാണ്. ഞാൻ ഗ്രീൻ പ്ലാനറ്റിൻ്റെ ഉൽപ്പന്നങ്ങൾ വെച്ച് ഒരുപാട് പ്ലാന്റേഷൻസ് മാനേജ് ചെയ്യുന്നുണ്ട്. ഞാനൊരു കൺസൾട്ടൻ്റ് കൂടിയാണ്. ഒരു കൃഷി കൺസൾട്ടൻ്റായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഫാം ഡെവലപ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. ഫാം ഡെവലപ്പേഴ്സാണ്. പുനർജനി ഫാം ഡെവലപ്പേഴ്സ് എന്ന് പറയുന്ന പ്രസ്ഥാനം തന്നെ അതിൻ്റെ മാനേജിങ് ഡയറക്ടറാണ്. അപ്പോൾ നമ്മൾ പ്ലാന്റേഷൻസ് മാനേജ് ചെയ്യുന്നു, പ്ലാന്റേഷൻസ് വെച്ച് കൊടുക്കുന്നു. കൃഷിയുടെ പലതരത്തിലുള്ള പ്രശ്നങ്ങളെ നമ്മൾ അറ്റൻഡ് ചെയ്ത് അതിനുള്ള പൂർണ്ണമായിട്ടുള്ള സൊല്യൂഷൻ അതും ജൈവ രീതിയിൽ ചെയ്തു കൊടുക്കുവാനായിട്ട് എന്നെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ഗ്രീൻ പ്ലാനറ്റ് ഉൽപ്പന്നങ്ങളാണ്. ഒരേക്കറിലേക്ക് 5-6 ചാക്ക് പൊട്ടാഷ് വളങ്ങളാണ്. ഈ പൊട്ടാഷ് വളത്തിൻ്റെ സാഹചര്യത്തിലാണ് നമ്മൾ 50 ഗ്രാമിലേക്ക് മാറുന്ന നാനോ പൊട്ടാഷ് എന്ന ഒരു കൺസെപ്റ്റ് ഗ്രെയിൻ പ്ലാനറ്റ് മുന്നോട്ട് വെച്ചതും അത് കർഷകരിലേക്ക് എത്തിക്കുന്നത്. ഈ 50 ഗ്രാം എന്ന് പറയുന്നത് നമ്മുടെ പോക്കറ്റ് ഇട്ടുകൊണ്ട് പോകാം. ഒരു 5 ചാക്ക് അല്ലെങ്കിൽ 6 ചാക്ക് വളങ്ങൾ, ഓട്ടോ കൂലി, ലേബർ കോസ്റ്റ്, അതിനെ പ്ലാന്റുകളിലേക്ക് എത്തിക്കുന്ന അല്ലെങ്കിൽ ലാൻഡുകളിലേക്ക് എത്തിച്ച് അതിനെ വളപ്രയോഗം ചെയ്യുന്നതിന് എത്രമാത്രം കോസ്റ്റ് എഫക്റ്റീവാണ്. ഇത് നമ്മൾക്ക് വെള്ളത്തിലേക്ക് കലക്കി 200 ലിറ്റർ വെള്ളത്തിലേക്ക് കലക്കി സ്പ്രേ രൂപത്തിലോ മൂട്ടിലോ ഒഴിച്ചു കൊടുത്തോ ചെയ്യാവുന്ന ഒരു രീതിയാണ്. ഇപ്പോൾ ഏത് ഫ്രൂട്ടിംഗ് പ്ലാന്റുകളാണെങ്കിലും ഫ്ലവറിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് പൊട്ടാഷ് വളം ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണ്. പൊട്ടാഷ് മാത്രമല്ല, എല്ലാ തരത്തിലുള്ള വളങ്ങളും നാനോ ഫോമിൽ അവൈലബിൾ ആണ്. അതും സർട്ടിഫൈഡ് ആയിട്ടുള്ള ഓർഗാനിക് പ്രോഡക്റ്റുകളായിട്ട്. അതല്ലേ നമുക്ക് ആവശ്യം. ഓക്കെ. ലാസ്റ്റ് 8 വർഷം ഒമാനിലായിരുന്നു. ഒമാൻ പെട്രോളിയം ഡെവലപ്മെൻറ്റ് ഓഫ് ഒമാനിലായിരുന്നു. അവിടെ HSC എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ പോലും കൃഷി ഒരു പാഷനായിട്ട് കൊണ്ടു നടന്ന് കൃഷി പഠിക്കുക അല്ലെങ്കിൽ ജൈവ കൃഷി പഠിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി വൃക്ഷായുർവേദം പ്രാക്ടീസ് ചെയ്തു. വൃക്ഷായുർവേദത്തിൻ്റെ ആധികാരികമായിട്ടുള്ള ഇടങ്ങളിൽ പോയി അതിനുള്ള അറിവുകൾ സമ്പാദിച്ചു. അത് എൻ്റെ കൃഷിയിടത്തിൽ പ്രാവർത്തികമാക്കി. പക്ഷേ അതിൽ നിന്നൊക്കെ എന്നെ എന്തുകൊണ്ട് ഈ ഗ്രീൻ പ്ലാനറ്റിലേക്ക് എത്തിച്ചു എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടും പാരമ്പര്യ കൃഷി രീതി എന്ന് പറയുന്നത് മികച്ചത് തന്നെയാണ്, അതിനൊരു സംശയമില്ല. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചില സാഹചര്യങ്ങളിൽ നമുക്കതിനെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ളൊരു സത്യാവസ്ഥ ഞാൻ മനസ്സിലാക്കുന്നു. കാരണം പല മരുന്ന് കൂട്ടുകളും, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പുനർനവാസ് രസാദി കഷായം, ഈ കഷായക്കൂട്ട് ഉണ്ടാക്കണമെങ്കിൽ ഏകദേശം 6 മുതൽ 8 മണിക്കൂർ വരെ അതിനെ വറ്റിച്ചെടുത്തിട്ട് വേണം അത് ചെടിയിലേക്ക് അപ്ലൈ ചെയ്യാൻ. അതുപോലെ പലതരത്തിലുള്ള മരുന്നുകളും നമ്മുടെ നാട്ടിൽ പലപ്പോഴും ലഭ്യമല്ല. റോഡ് സൈഡിലൊക്കെ പണ്ട് കാട് പിടിച്ച് കിടക്കുന്ന സമയങ്ങളിലൊക്കെ നമുക്ക് പലതരത്തിലുള്ള ചെടികൾ കളക്ട് ചെയ്ത് ഇത്തരത്തിലുള്ള മരുന്നുകൾ ഉണ്ടാക്കാൻ എളുപ്പമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൻ്റെ അവൈലബിലിറ്റി വളരെ കുറവാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് എന്നെ ഗ്രീൻ പ്ലാനറ്റിൽ പരിചയപ്പെടുത്തുന്നത്. അങ്ങനെ പരിചയപ്പെടുത്തി ഞാനൊരു സാമ്പിളായിട്ട് കുറച്ച് ഏരിയയിൽ ചെയ്തു നോക്കിയപ്പോൾ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിനെ പൂർണ്ണമായിട്ടും ഒരു സ്പൂൺ ഫീഡിങ് എന്ന രീതിയിൽ നമ്മളിലേക്ക് എത്തിക്കുവാനായിട്ട് ഗ്രീൻ പ്ലാനറ്റ് നമ്മളെ സഹായിക്കുന്നതെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ പൂർണ്ണമായിട്ടും എൻ്റെ കൃഷി രീതികൾ ഗ്രീൻ പ്ലാനറ്റിലേക്ക് മാറ്റിയത്. ഞാൻ പൂർണ്ണമായിട്ടും സാറ്റിസ്ഫൈഡ് ആണ് എൻ്റെ കസ്റ്റമേഴ്സും. അല്ല, ഇവിടെ വരുമ്പോൾ തന്നെ നമുക്ക് ഈ പച്ചപ്പ് കാണുമ്പോൾ തന്നെ അത് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ മാവ് തന്നെ, ഈ മാവിൻ്റെ പച്ചപ്പ് കാണുമ്പോൾ തന്നെ അറിയാം. ഗ്രീൻ പ്ലാന്റിൻ്റെ ഞാൻ മനസ്സിലാക്കിയ മറ്റൊരു പ്രധാന അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്
കാർഷിക വിളകൾക്ക് അല്ലെങ്കിൽ കൃഷിയേതര വിളകൾക്കുണ്ടാകുന്ന ഏത് പ്രശ്നങ്ങൾക്കുമുള്ള സൊല്യൂഷൻ തരാനായിട്ട് ഗ്രീൻ പ്ലാനറ്റിന് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ബ്യൂട്ടി ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. പല കമ്പനികളും വളങ്ങളും കീടനാശിനികളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും പൂർണ്ണമായ ഒരു കൺട്രോളിലേക്ക് എത്തിക്കുവാനായിട്ട് പല കമ്പനികൾക്ക് സാധിക്കുന്നില്ല. എന്നാൽ ജൈവ സർട്ടിഫിക്കേഷനോടുകൂടി ഗ്രീൻ പ്ലാനറ്റ് നമുക്ക് നൽകുന്നത് തന്നെ ഏറ്റവും മികച്ച ഏറ്റവും ലോക നിലവാരത്തിലുള്ള പ്രോഡക്റ്റുകൾ, അതും ജൈവ സർട്ടിഫിക്കേഷനോടുകൂടി നമുക്ക് കിട്ടുകയാണെങ്കിൽ അതിനെ പ്രൊമോട്ട് ചെയ്യണമെന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഞാൻ എൻ്റെ പ്രസ്ഥാനവുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഏറ്റവും വലിയ കാര്യം കുറേ അഡ്വാൻറ്റേജസ് പറയുകയാണെങ്കിൽ നമുക്ക് ലേബർ കോസ്റ്റ് കുറച്ചുകൊണ്ട് കൃഷി ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരാൾ മെനക്കെട്ടിരുന്ന 6 മണിക്കൂർ 7 മണിക്കൂർ ഇതിനെ വറ്റിച്ചെടുക്കുന്ന ഒരു ലേബർ കോസ്റ്റ്, അതിനുശേഷം നമ്മളിപ്പം ചാക്ക് വളങ്ങളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ചാണകം പോലത്തുള്ള അല്ലെങ്കിൽ ജൈവ വളങ്ങളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിന് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ടുള്ള കോസ്റ്റ്, അത് ആ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അതിനെ അൺലോഡ് ചെയ്യണം, അതിനെ കൃഷിയിടത്തിലേക്ക് എത്തിക്കണം, ആ കൃഷിയിടം റെഡിയാക്കണം, അതിനുശേഷം തടവെടുക്കണം, തടവെടുത്ത് വളമിടണം. ഇത്തരത്തിൽ ഭയങ്കരമായിട്ട് കോസ്റ്റ് ഇൻവോൾവ്ഡ് ആണ്. പക്ഷേ ഈ ഗ്രീൻ പ്ലാനറ്റിൻ്റെ അഡ്വാൻറ്റേജ് നാനോ ഫോമിലുള്ള വളങ്ങളായതുകൊണ്ട് തന്നെ വളരെ ചെറിയ പാക്കറ്റിൽ വലിയ റിസൾട്ടുകൾ തരാനായിട്ട് പ്രാപ്തമായ ഒരു വളക്കൂട്ടുകളാണ്. 50 ഗ്രാം പൊട്ടാഷ്യം കൊണ്ട് നമുക്ക് 1 ഏക്കർ വരെ കൃഷി ചെയ്യാം. അതെ 50 ഗ്രാമിൻ്റെ ചെറിയ പാക്ക് കൊണ്ട് 50 ഗ്രാം നമുക്ക് പോക്കറ്റ് ഇട്ടുകൊണ്ട് പോകാവുന്ന സാഹചര്യത്തിലുള്ള വളങ്ങൾ പോലും ഗ്രീൻ പ്ലാനറ്റിനുണ്ട്. ഇതാണ് നമ്മുടെ കൃഷിയിൽ ഏറ്റവും നമുക്ക് സുപ്രധാനമായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് ഗ്രീൻ പ്ലാന്റ് സംബന്ധിച്ചുള്ളൂ. ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഒന്ന് പറയാമോ, അല്ലെങ്കിൽ ഇതിൻ്റെ അഡ്വാൻറ്റേജ് ഒന്ന് പറയാമോ? സാറേ, നമ്മൾ ഭൂമി പവർ എന്ന് പറയുന്നത് ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഭൂമിയെ പവറാക്കി മാറ്റും. അതായത് ഇതൊരു സമ്പൂർണ്ണ ജൈവവളം എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ശരിക്കും നമ്മൾ കെമിക്കൽ യൂസ് ചെയ്യുന്ന ലാൻഡിലാണെങ്കിൽ പോലും ഓർഗാനിക് കൃഷി ചെയ്യുന്ന ലാൻഡിലാണെങ്കിൽ പോലും ഉപയോഗിക്കേണ്ട ഒരു സാധനമാണ്. ഇതിനകത്ത് ഹ്യൂമിക് ആസിഡാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ മണ്ണിനെ ഡെവലപ്പ് ആക്കുന്ന ഒരു ഘടകം. നമ്മുടെ പണ്ട് കാലത്തൊക്കെ നമ്മൾ ജൈവവസ്തുക്കൾ മണ്ണിലിടുമായിരുന്നു. ആ ജൈവവസ്തുക്കൾ ദ്രവിച്ച് അവസാനത്തെ ഒരു സ്റ്റേജിലാണ് ഈ ഹ്യൂമിക് ആസിഡ് അല്ലെങ്കിൽ ഹ്യൂമസ് ഉണ്ടാകുന്നത്. ഈ ഹ്യൂമസ് ആണ് മണ്ണിൻ്റെ സ്ട്രക്ചറിനെ ഡെവലപ്പ് ആക്കുന്നതും മണ്ണിൽ ഓർഗാനിക് കാർബണിൻ്റെ അളവിനെ കൂട്ടുന്നതും. അതിനെ കൂട്ടാനായിട്ട് നമ്മളിപ്പോൾ ജൈവ വസ്തുക്കൾ ഉപയോഗിക്കാത്ത സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഉപയോഗിക്കേണ്ട ഒരു പ്രോഡക്റ്റാണ് ഭൂമി പവർ. ഭൂമി പവർ വലിയ വിളകൾക്ക് 100 ഗ്രാം വരെയും ചെറിയ പച്ചക്കറി വിളകൾക്ക് 20 ഗ്രാം 10 ഗ്രാം വരെയും ആപ്ലിക്കേഷൻ മതിയാകും. 3 മാസത്തേക്ക് ഇതിൻ്റെ റിസൾട്ട് ചെടിക്ക് കിട്ടിക്കൊണ്ടിരിക്കും എന്നുള്ളതും ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജാണ്. വേറെ ഒന്നും ചിന്തിക്കേണ്ട, ഏറ്റവും മികച്ച ഒരു സമ്പൂർണ്ണ ജൈവവളമാണ് ഭൂമി പവർ.